കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഗതി എന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഗതി എന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം കൃപയാൽ മനോഹരമായി. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊഴി നൽകും കൃപയൊന്നാശ്രയമായി. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊഴി നൽകും കൃപയൊന്നാശ്രയമായി. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരിൻ ബലം അവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപയൊന്നൻ ആശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം നോക്കിയാൽ അതിൽ 3 വാക്കുകളിൽ ആ അധ്യായം മുഴുവൻ സംഗ്രഹിക്കാം. ലോസ്റ്റ്, ഫൗണ്ട്, റിജോയിസ്ഡ്. 3 വാക്കുകൾ. നഷ്ടപ്പെട്ടു,
കണ്ടെത്തി, സന്തോഷിച്ചു. ലോസ്റ്റ് നഷ്ടപ്പെട്ടു, ഫൗണ്ട് കണ്ടെത്തി, റിജോയ്സ്ഡ് സന്തോഷിച്ചു. ലോസ്റ്റ്, ഫൗണ്ട്, റിജോയ്സ്ഡ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെയാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ലോസ്റ്റ് ആയിരുന്നു, നഷ്ടങ്ങളുണ്ടായിരുന്നു, പക്ഷേ തിരികെ കിട്ടി. പോയതെല്ലാം തിരികെ കിട്ടി, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി. അപ്പോഴാണ് സാക്ഷാത്തായ സന്തോഷം ആരംഭിക്കുന്നത്. ലോസ്റ്റ്, ഫൗണ്ട് ആൻഡ് റിജോയ്സ്ഡ്. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി, സന്തോഷം. ആ അധ്യായത്തിൽ ധൂർത്തപുത്രനെക്കുറിച്ച് പറയുന്നതായ സംഭവത്തിലാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. ദേശത്ത് കഠിനക്ഷാമമുണ്ടായി. ആ യൗവനക്കാരൻ അവൻ വീട് വിട്ടിറങ്ങിപ്പോയവനാണ്. പക്ഷേ ആ ക്ഷാമം ഉണ്ടായത് അത് അവനതിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു മനുഷ്യനെ ചെന്ന് ആശ്രയിക്കുകയാണ്, ഒരു പ്രഭുവിനെ, നാട്ടിലൊരു പ്രമാണിയെ, ഒരു സമ്പന്നനെ അവൻ ആശ്രയിക്കുകയാണ്. അവന് ക്ഷീണം വന്നപ്പോൾ, ക്ഷാമം വന്നപ്പോൾ, തളർച്ച വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ അവൻ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു മനുഷ്യനെ അവൻ ആശ്രയിക്കുകയാണ്. അവൻ്റെ സമ്പത്ത് പോയപ്പോൾ സമ്പന്നനെ അവൻ ആശ്രയിക്കുകയാണ്. പക്ഷേ സമ്പന്നനെ ആശ്രയിച്ചെങ്കിലും ആ സമ്പന്നൻ, ധനികൻ, ആ വിദേശത്തിലെ പ്രഭു അവനെ പന്നികളെ മേയ്ക്കുന്ന നികൃഷ്ടമായ ജോലിയിലേക്ക് അയച്ചു. അവൻ അവിടെ പന്നി തിന്നുന്ന തവിടെങ്കിലും തിന്നാൻ കൊതിച്ചു. അവൻ പോയത് ആഹാരത്തിന് മുട്ട് വന്നതുകൊണ്ടാണ്, ക്ഷാമം വന്നതുകൊണ്ടാണ്. പക്ഷേ ക്ഷാമം മാറിയില്ല, ആഹാരത്തിൻ്റെ മുട്ട് മാറിക്കിട്ടിയില്ല. അവൻ തീർത്തും അവശനായിപ്പോയി. പന്നി തിന്നുന്ന തവിടെങ്കിലും തിന്നാൻ അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവൻ കൊതിച്ചു, പക്ഷേ കിട്ടിയില്ല, അതുപോലും കിട്ടിയില്ല. പക്ഷേ അതൊരു നല്ല കാര്യത്തിലേക്ക് നടത്തി. സമ്പന്നനായ മനുഷ്യനെ ആശ്രയിച്ചതുകൊണ്ട് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടിയില്ല, അവൻ ആഹാരത്തിനുള്ള മാർഗം തിരികെ കിട്ടിയില്ല. പിന്നെ അവന് തിരികെ കിട്ടാനുള്ളത് കിട്ടേണ്ട സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുവാൻ അത് മുഖാന്തരമായി. പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം ക്ഷാമം വന്നത് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നന്നായി. അവനെ സ്നേഹിക്കുന്ന, പ്രഭുക്കന്മാരിൽ പ്രഭുവായ, സമ്പന്നന്മാരിൽ സമ്പന്നനായ, സ്നേഹനിധിയായ അവൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ അത് കാരണമായി തീർന്നു, മുഖാന്തരമായി തീർന്നു. എന്നാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ക്ഷാമം വന്നപ്പോൾ അബ്രഹാമും സമ്പത്ത് തേടിപ്പോയി, കനത്ത നഷ്ടം ഏറ്റുവാങ്ങി. പോയത് വലിയ പ്രതീക്ഷയോടെയാണ്, പക്ഷെ കിട്ടിയത് കനത്ത നഷ്ടം, അഥവാ നഷ്ടങ്ങൾ അനവധി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. ദേശത്ത് ക്ഷാമമുണ്ടായി, ദേശത്തെ ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ദേശത്ത് ക്ഷാമമുണ്ടായി. ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാമിന് ആഹാരത്തിന് മുട്ടുവരുമല്ലോ, എന്ത് ചെയ്യും എന്നുള്ള വലിയൊരു ആകുലമുണ്ടായി. എങ്ങനെ ജീവിക്കും? ഇറങ്ങിപ്പുറപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം കേട്ടാണ് പുറപ്പെട്ടത്. ദൈവ ശബ്ദം കേട്ട് പുറപ്പെട്ടു. ദൈവവചനം അനുസരിച്ച് പുറപ്പെട്ടു. ദൈവവചനം അനുസരിച്ച് പുറപ്പെട്ടു. പക്ഷേ ക്ഷാമം. ദൈവവചനത്തിന് വിരുദ്ധമായി പുറപ്പെട്ട ധൂർത്തപുത്രന്, മുടിയംപുത്രന് ക്ഷാമമുണ്ടായി. അബ്രഹാം ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടു. അബ്രഹാമിനും ക്ഷാമമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ലോകത്ത് എല്ലാവർക്കുമുണ്ട് പ്രയാസങ്ങൾ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്കുണ്ട് പ്രയാസങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവർക്കുമുണ്ട് പ്രയാസങ്ങൾ.
പ്രതിസന്ധികൾ എമ്പാടുമുണ്ട്, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ആകുലങ്ങൾ എല്ലാവർക്കും ഉണ്ട്, യാതനകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ നാം അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന നന്മകളും ശ്രേയസ്സുകളും അനുഗ്രഹങ്ങളും. ധൂർത്തപുത്രന് ക്ഷാമം വന്നത് അവനവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുഖാന്തരമായി തീർന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്, വചനം കേട്ട് പുറപ്പെട്ട അബ്രഹാമിന് ക്ഷാമം വന്നത് 7 കനത്ത നഷ്ടങ്ങൾ നേരിടാൻ കാരണമായി തീർന്നു. അബ്രഹാമിന് വന്നതായ നഷ്ടം നിസ്സാരമായിരുന്നില്ല. ക്ഷാമം ദേശത്ത് വന്നു. സ്നേഹിതരെ, ഞാൻ വളരെ ഗൗരവമായി നിങ്ങളെ അറിയിക്കട്ടെ, അനേകർക്ക് ഇന്ന് ക്ഷാമമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ക്ഷാമങ്ങൾ. നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ചില കാര്യങ്ങളിൽ വറുതികൾ. ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ക്ഷാമങ്ങൾ വരുന്നത്? ഈ പൈസയ്ക്ക് ക്ഷാമം എന്ന് പറഞ്ഞാൽ മനസ്സിലാകും, നമുക്കെല്ലാവർക്കും അറിയാം. പണത്തിന് ബുദ്ധിമുട്ട്. നല്ല ബിസിനസ്സായിരുന്നു, പക്ഷേ ബിസിനസ് തകർന്നു. ബിസിനസ് വളരെ നല്ലതുപോലെ വളർന്നിരുന്നു, നല്ല വരുമാനം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണമായി, കനത്ത നഷ്ടമായി. എല്ലാം നഷ്ടപ്പെട്ടു. ധാരാളം ഭൂമി ഉണ്ടായിരുന്നു, നല്ല ജന്മാവകാശമായി തന്നെ കിട്ടിയതായ ഭൂസ്വത്തുണ്ടായിരുന്നു. എല്ലാം ജപ്തിയായി, എല്ലാം നഷ്ടപ്പെട്ടു. നല്ല വരുമാനമുള്ള ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ജോലി പെട്ടെന്ന് ജോലി അങ്ങ് പോയി നഷ്ടപ്പെട്ടു. ആരെല്ലാമോ ചില കുബുദ്ധികൾ നമുക്കെതിരായി പ്രയോഗിച്ചതായിരിക്കാം, പ്രവർത്തിച്ചതായിരിക്കാം. പക്ഷേ ജോലി നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, വരുമാനം നഷ്ടപ്പെട്ടു. പണത്തിനുള്ളതായ, സമ്പത്തിനുള്ളതായ ക്ഷാമം, ആഹാരത്തിനുള്ളതായ ക്ഷാമം, ആഹാരത്തിന് മുട്ടുവരുന്നതായ ക്ഷാമം. ഞാൻ പറയും, അനേകർക്ക് ആരോഗ്യത്തിന് ക്ഷാമം, രോഗങ്ങൾ, ബലക്ഷയങ്ങൾ, അനാരോഗ്യങ്ങൾ, ആരോഗ്യത്തിന് ക്ഷാമം, സുഖമില്ല. ചെറുപ്രായത്തിൽ അസുഖം വരുന്നവരുണ്ട്, നല്ല മധ്യപ്രായത്തിൽ അസുഖം വരുന്നവരുണ്ട്, വാർദ്ധക്യത്തിൽ അസുഖം വരുന്നവരുണ്ട്. അസുഖം ബാധിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട്, വീര്യം നഷ്ടപ്പെട്ട്, ശക്തി നഷ്ടപ്പെട്ട്, ബലം നഷ്ടപ്പെട്ട്, കരുത്ത് നഷ്ടപ്പെട്ട് കഴിയുന്ന എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നഷ്ടങ്ങളാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയ നഷ്ടമാണ് സമാധാനം നഷ്ടപ്പെടുക. സമാധാനത്തിന് ക്ഷാമം. പല കുടുംബങ്ങളിലും സമാധാനത്തിന് ക്ഷാമമാണ്. പല കുടുംബങ്ങളിലും പരസ്പരമുള്ളതായ ഐക്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, പരസ്പരമുള്ളതായ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു, പരസ്പരമുള്ളതായ ധാരണ നഷ്ടപ്പെട്ടിരിക്കുന്നു, പരസ്പരമുള്ളതായ കൂറ് നഷ്ടപ്പെട്ടിരിക്കുന്നു, പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, അനേക കുടുംബങ്ങളിൽ നിന്ന് ക്ഷാമമുണ്ട്, സമാധാനത്തിന് ക്ഷാമം. അനേക ഹൃദയങ്ങളിൽ നിന്ന് ക്ഷാമമുണ്ട്, സമാധാനത്തിന് ക്ഷാമം. എന്നാൽ ഇതിലെല്ലാറ്റിലും ഉപരിയായുള്ള ഒരു വലിയ ക്ഷാമമുണ്ട്. അതെന്താണ്? സ്നേഹത്തിന് ക്ഷാമം. സ്നേഹം കിട്ടുന്നില്ല. പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, പൊന്നുപോലെ കരുതിയിരുന്ന ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, ജീവനായി കരുതിയിരുന്ന മക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, മുഴുവൻ അഭിമാനമായി കരുതിയിരുന്ന മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. ജീവിതത്തിൽ സ്നേഹത്തിന് ക്ഷാമം. ഇങ്ങനെ ക്ഷാമത്തിൽ വലയുമ്പോൾ ക്ഷാമം മാറ്റാൻ പലതും നാം നോക്കും. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ മനം നൊന്ത് മദ്യപാനം തുടങ്ങുന്നവരുണ്ട്. ബിസിനസ്സിൽ നഷ്ടത്തിൽ ഉള്ളുതൊന്ത് മദ്യപാനത്തിൽ അഭയം തേടുന്നവരുണ്ട്. ഏതെങ്കിലും ചില കെടുതികളോ ആപത്തുകളോ കഷ്ടതയോ വരുമ്പോൾ അതൊന്ന് മറക്കാനായിട്ടെന്നവണ്ണം കഞ്ചാവിലോ മയക്കുമരുന്നിലോ അഭയം തേടുന്നവരുണ്ട്. ക്ഷാമം മാറാനുള്ള ശ്രമങ്ങളാണ്. അബ്രഹാമിന് പറ്റിയത് ക്ഷാമം മാറാനുള്ള ശ്രമത്തിൽ വലിയ നഷ്ടത്തിലേക്ക് നീങ്ങി. നാം വായിക്കുന്നതാണ്, ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടവരാണ്.
ഒരു തീരുമാനമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അബ്രഹാം പുറപ്പെട്ട ആ യാത്ര എത്ര ശ്രേഷ്ഠമായ ഒരു യാത്രയായിരുന്നു. അബ്രഹാം പുറപ്പെട്ടത് മെസൊപ്പൊത്താമിയയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിനെ ദൈവം പറഞ്ഞത്, നീ നിൻ്റെ പിതൃദേശത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, നീ എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നാണ്. ഇന്ന ദേശമാണെന്ന് പോലും ദൈവം പറഞ്ഞില്ല, ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പോലും പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, അബ്രഹാം വിശ്വസിച്ചു, വചനം കേട്ടു, വിശ്വസിച്ചു. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനേകം പേര് വചനം കേട്ട് പുറപ്പെട്ടവരാണ്. വചനമെന്ന് തൊട്ടതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടവരാണ്. വചനത്തിൻ്റെ സ്വാധീന ശക്തി ആകർഷിച്ചതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടതാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആകർഷണം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ് നിങ്ങൾ അനേകം പേര്. മനുഷ്യരാരെയും കാണിക്കാനല്ല നിങ്ങൾ പുറപ്പെട്ടത്, മനുഷ്യരോട് ആരോടുമല്ല നിങ്ങളൊരു വാക്ക് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില പ്രതിഷ്ഠകൾ എടുത്തെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ചില സമർപ്പണങ്ങൾ എടുത്തെങ്കിൽ അത് മനുഷ്യരാരെയും ബോധിപ്പിക്കാനായിരുന്നില്ല. വ്യക്തമായും ജീവനുള്ള ക്രിസ്തുവിൻ്റെ ശബ്ദമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ ആ ജയമുള്ള ശ്രീബായുടെ ചുവട്ടിലാണ്, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലാണ് നിങ്ങളുടെ ഈ നിസ്സാരമായ ആയുസ് നിങ്ങൾ സമർപ്പണം ചെയ്തത്. എന്നാൽ വിശ്വാസികൾ, ദൈവ വചനം കേട്ട് പുറപ്പെട്ടവർ, അവർക്ക് വരാം ജീവിത പ്രശ്നങ്ങൾ. ഞാൻ പുറപ്പെട്ടല്ലോ, പിന്നെ എനിക്കെന്താ ഈ പ്രശ്നം വന്നത്? ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ട ഒരാളല്ലേ, ഞാൻ വിശ്വാസ ജീവിതം തുടങ്ങിയ ആളല്ലേ, എനിക്കെന്താ ഈ എതിർപ്പുകൾ വരുന്നത്? എനിക്കെന്താണ് ഈ പ്രതിസന്ധികൾ വരുന്നത്? ഞാൻ എന്താണ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത്? ആർക്കും ഒരു വിലയില്ലാത്തതിനായി ഞാൻ പോകുന്നത് എന്താണ്? എൻ്റെ കുടുംബത്തിൽ എന്താണ് ഈ രോഗം ഇങ്ങനെ അടിക്കടി വരുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ് ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്? എൻ്റെ കുടുംബത്തിൽ എന്താണ് ഇതുപോലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി ആക്രമിക്കുന്നത്? അയ്യോ, ഞാൻ വലഞ്ഞു പോകുന്നില്ല, ഇതെന്താണ് എനിക്കെന്താണ് ഇങ്ങനെ എനിക്ക് തന്നെ മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാത്തതുപോലെ വഴിയടഞ്ഞു പോകുന്നത്? ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മെ വലയം ചെയ്യുന്നുണ്ട്, പ്രതിസന്ധികൾ നമ്മെ രൂക്ഷമായി ഉറ്റുനോക്കുന്നുണ്ട്. നമ്മുടെ നേരെ നിൽക്കുന്ന ഭയാനകമായ പ്രതിസന്ധികളുടെ മുന്നിൽ നാം ചിലപ്പോൾ പതറിപ്പോകാറുണ്ട്, ചിലപ്പോൾ നമ്മുടെ മനസ്സ് ആടാറുണ്ട്, നാം ചെരിഞ്ഞു പോകാറുണ്ട്, ചാഞ്ഞു പോകാറുണ്ട്, ഇളകിപ്പോകാറുണ്ട്. കാരണം നാം എല്ലാം മനുഷ്യരാണ്. നാം പല പ്രതിസന്ധികളുടെയും മുന്നിൽ പതറിപ്പോയിട്ടുള്ളവരാണ്. അബ്രഹാം ക്ഷാമം വന്നപ്പോൾ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അബ്രഹാം മിസ്രൈമിലേക്ക് നോക്കി. നല്ല ഫലഭൂയിഷ്ടമായ മിസ്രൈമ്യ മണ്ണിലേക്ക് പോയാൽ അവിടെ ഉപജീവനത്തിന് മുട്ടുവരികയില്ലല്ലോ എന്ന് അബ്രഹാം ഓർത്തു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നാം ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടവരാണെങ്കിൽ ഇനി നാം ബുദ്ധിയിൽ ആശ്രയിച്ചു പോകരുത്. നമ്മുടെ സ്വന്തം ശക്തിയിലും സ്വന്തം ജഡത്തിൻ്റെ ബുദ്ധിയിലും നാം ശരണപ്പെട്ടു പോകരുത്. ദൈവത്തെ നോക്കണം. കർത്താവേ, അടുത്ത ചുവട് എങ്ങോട്ടാണ് വെക്കേണ്ടത്? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നാണ് വചനം. ദൈവം കാണിക്കും. കർത്താവെ, കാണിച്ചു തരണമേ പറയാമായിരുന്നു, പ്രാർത്ഥിക്കാമായിരുന്നു. ദൈവം കാണിക്കുമായിരുന്നു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞ ദൈവം തീർച്ചയായും അബ്രഹാമിനെ ദേശം കാണിച്ചു കൊടുക്കുമായിരുന്നു. അടുത്ത സ്റ്റെപ്പ്, അടുത്ത ചുവട് എങ്ങനെ വെക്കണമെന്ന് അബ്രഹാമിന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അക്കരെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്ക് അക്കരെ മെസൊപ്പൊട്ടാമിയൻ സമതലത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവത്തിന് അറിയരുതോ അടുത്ത ചുവട് എങ്ങോട്ടാണ് ഈ അബ്രഹാം വെക്കേണ്ടതെന്ന്? നേരെ കനാനിലേക്കുള്ള വഴി കിടക്കുകയാണ്. കനാനിലേക്കുള്ള വഴി നേരെ കിടക്കുകയാണ്. ഓരോ ചുവടും മുന്നോട്ട് വെച്ച് പോയാൽ മതി. ഓരോ ചുവടും വയ്ക്കാൻ പാതകൾ ദൈവം കാണിച്ചു കൊടുക്കുമായിരുന്നു. അബ്രഹാം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു, ചിന്തിച്ചു, ഞാൻ ഒരു വിഡ്ഢിയായി പോകരുത്, മണ്ടത്തരം പറ്റി പോകരുത്. ഞാൻ ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ എനിക്ക് ദൈവം തന്ന ബുദ്ധി ഉപയോഗിക്കണ്ടേ? ദൈവം തന്നതല്ലേ ഈ ആലോചിക്കാനുള്ള കഴിവ്, അത് ഉപയോഗിക്കണ്ടേ? വിഡ്ഢിത്തം പറ്റരുതല്ലോ. അബ്രഹാം ഒന്ന് വ്യതിചലിച്ചു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കേണ്ട പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര. പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയും. ജോൺ ബെനീൻ എഴുതിയ മനോഹരമായൊരു പുസ്തകമാണ്. ഒരുപക്ഷേ ഏറ്റവും
ഏറ്റവും പഴയ കഥാപുസ്തകം എന്ന് പറയാം. കഥയല്ല, പക്ഷേ കഥയാണ്, മനോഹരമായ കഥയാണ്. ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഈ മനോഹരമായ പുസ്തകം വായിച്ച് ഞാൻ ആസ്വദിച്ചിരുന്നു. അതിൻ്റെ ആത്മീയാർത്ഥമൊന്നും മനസ്സിലാക്കിയില്ല. അന്ന് ആത്മീയാർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമായിരുന്നില്ല. പക്ഷേ കഥ വായിക്കാൻ ഇഷ്ടമായിരുന്നുകൊണ്ട് വായിച്ചു. അന്ന് എന്ത് മനോഹരമായിട്ട്, എന്ത് ഇമ്പകരമായിട്ട് എനിക്ക് തോന്നി. നിങ്ങളെല്ലാവരും വായിക്കണമെന്ന് ഞാൻ പറയും, പിൽഗ്രിംസ് പ്രോഗ്രസ്. പക്ഷേ ഇന്ന് വായിക്കുമ്പോഴറിയാം അതെത്ര ആഴമേറിയ പരിജ്ഞാനം നൽകുന്നൊരു ഗ്രന്ഥമാണ് എന്ന്. ആത്മീയ ജീവിതത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന, ഉദാത്ത മേഖലകളിലേക്ക് നമ്മെ ആനയിപ്പിക്കുന്ന സുന്ദരമായ വിശദീകരണങ്ങളും അവതരണങ്ങളുമാണ് അതിൽ കാണാനുള്ളത്. ഒരു മനുഷ്യൻ, അവൻ്റെ പേര് ക്രിസ്ത്യാനി എന്നാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അലിഗറി എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. അലിഗറി, രൂപകാത്മക ഭാഷയിൽ മുഴുവൻ എഴുതപ്പെട്ട പുസ്തകത്തിന് അലിഗറി എന്ന് പറയുന്നത്. ഈ അലിഗറി മെറ്റഫോറിക് ലാംഗ്വേജ്, രൂപകാത്മകമായ ഭാഷയിൽ എഴുതപ്പെടുകയാണ്. ഈ അലിഗറിയിൽ ക്രിസ്ത്യാനി എന്നുള്ള പേര് തന്നെ വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ പ്രതീകമാണ്, ഓരോ വിശ്വാസിയും. പക്ഷേ അവൻ താമസിക്കുന്നത് നാശപട്ടണത്തിലാണ്. അവൻ അറിഞ്ഞുകൂടാ നാശപട്ടണത്തിലാണെന്ന്. അവൻ്റെ ഭാര്യയുടെ പേര് ക്രിസ്തീന എന്നാണ്. ആ കുടുംബം, മക്കളുണ്ട്. അവർ താമസിക്കുന്നത് നാശപട്ടണത്തിലാണ്. നാശപട്ടണത്തിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം ഏവൻഗേലിസ്തൻ എന്ന് പറയുന്ന ഒരാൾ, സുവിശേഷകൻ, ഏവൻഗേലിസ്തൻ സുവിശേഷകനാണ്. ഏവൻഗേലിസ്തൻ എന്ന് പറയുന്ന ഒരാൾ ഒരു എഴുത്ത് കൊണ്ടുവന്ന് കൊടുത്തു, എ ലെറ്റർ. എന്താണ് ഈ എഴുത്ത്? ആ കത്തിൽ എഴുതിയിരിക്കുന്നു, നീ പാർക്കുന്ന പട്ടണം നാശപട്ടണമാണ്, അത് നശിക്കും. അതിവേഗം യാത്ര പുറപ്പെടുക, അതിവേഗം യാത്ര പുറപ്പെട്ട് മോക്ഷപുരിയിലെത്തുക, മോക്ഷപട്ടണത്തിലെത്തുക, താമസിക്കരുത്. യവൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ് നെടുവീർപ്പിട്ട് തുടങ്ങി. ഭാര്യ ചോദിച്ചു, നിങ്ങളെന്നത് എങ്ങനെയാണ് അമ്പരന്നിരിക്കുന്നത്, മ്ലാനവം തന്നെ ഇരിക്കുന്നത്, എന്താ പറ്റിയേ? അതെ, നമ്മൾ താമസിക്കുന്ന ഈ പട്ടണം നാശപട്ടണമാണ്, ഇവിടെ നിന്ന് പുറപ്പെടണം, നമുക്ക് പുറപ്പെടാം. നിങ്ങൾ മണ്ടത്തരം കാണിക്കല്ലേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകളൊക്കെ വരും, അതൊന്നും ഗവനിക്കണ്ട. ആരാ തന്നെ? ആ ഏവൻഗേലിസ്തൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ്. അയ്യോ, നിങ്ങളിതൊക്കെ ഈ മണ്ടത്തരമൊന്നും വിശ്വസിക്കല്ലേ, അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, അടങ്ങിയൊഴുകി പാർക്ക്, നമുക്കിവിടെ സുഖമല്ലേ, ജീവിക്കാൻ മാർഗമുണ്ടല്ലോ, നമ്മൾ പിള്ളേരും നമുക്ക് ഒരുമിച്ച് ജീവിക്കരുതോ, സന്തോഷമായിട്ട് ജീവിക്കരുതോ? ഈ ക്രിസ്ത്യാനിയോട് ക്രിസ്തീന ഭാര്യ എങ്ങനെ ഉപദേശിച്ചു. പക്ഷേ ക്രിസ്ത്യാനിയുടെ മുഖം തെളിയുന്നില്ല. ഭാര്യയുടെ വാക്ക് കേട്ടെങ്കിലും, ആ പ്രലോഭനം കേട്ടെങ്കിലും അവൻ്റെ മനസ്സ് ചായുന്നില്ല. അവൻ നല്ല കരുത്തോടെ നിൽക്കുകയാണ്, പക്ഷേ അവൻ്റെ ഉള്ളിങ്ങനെ മ്ലാനമായിരിക്കുന്നു, നെടുവീർപ്പിടുകയാണ്, ഒരു സ്വസ്ഥതയില്ല, പകലുമില്ല രാവുമില്ല സ്വസ്ഥത. നശിക്കാൻ പോകുന്നു, പുറപ്പെടണം, മോക്ഷപട്ടണത്തിലേക്ക് പോകണം. ഏതാണ് മോക്ഷപട്ടണം എന്ന് അറിഞ്ഞുകൂടാ, എവിടെയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നാശപട്ടണം വിട്ടേ പറ്റൂ. അവൻ പുറപ്പെടുകയാണ്. അവൻ പുറപ്പെടുമ്പോൾ ഭാര്യ കൂടെ പോയില്ല, ഭാര്യ കൂടെ പുറപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവൻ പോയി നേരെ പോകുമ്പോൾ നല്ല വഴിയാണ്, കുഴപ്പമില്ല, ചൊവ്വാണ്, സ്ട്രെയിറ്റ് വേ, നല്ല ചൊവ്വായ പാത. പക്ഷേ അവൻ പോകുന്ന വഴിക്ക് ഇടയ്ക്കൊരു ഊടുവഴി കണ്ടു. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, അവൻ ആ ഊടുവഴിയിലേക്ക് തിരിഞ്ഞു. അയ്യോ, പിന്നെ വന്ന അനർത്ഥങ്ങൾ, പിന്നെ വന്ന നഷ്ടങ്ങൾ, പിന്നെ വന്നതായ പ്രതിസന്ധികൾ, പിന്നെ വന്നതായ പ്രശ്നങ്ങൾ, ഒട്ടേറെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ കൂടി അവൻ പോകേണ്ടി വന്നു. മായച്ചന്തയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു, അവിശ്വാസക്കോട്ടയിൽപ്പെട്ട് ഉഴലേണ്ടി വന്നു, ബന്ധനത്തിൽപ്പെട്ട് അഴലേണ്ടി വന്നു, പ്രയാസങ്ങളിൽപ്പെട്ട് അവൻ തളരേണ്ടി വന്നു. അവനാകെ വലഞ്ഞുപോയി. അവൻ്റെ ജീവിത മുന്നേറ്റത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളൊക്കെ അവൻ നേരിടേണ്ടി വന്നു. കാരണം അവൻ നേരെയുള്ള വഴിയെ പോകാതെ അവൻ ഊടുവഴിയിലൂടെ സഞ്ചരിച്ചു. പക്ഷേ ഭാഗ്യം, അവനെ കരുണയുള്ള ദൈവം ധൈര്യഹൃദയൻ എന്ന് പറയുന്ന ഒരാളെ അവന് കൊടുത്ത്, സഹായിയായി കൊടുത്ത്, ഇവനെ നേർപ്പാതയിലേക്ക് തിരിച്ചുവിട്ടു. പ്രിയപ്പെട്ടവരെ, വഴിതെറ്റിപ്പോയവരുണ്ട്. ഈ വാക്കുകൾ കേൾക്കുന്ന ചിലരെങ്കിലും വഴിതെറ്റിപ്പോയവരായിരിക്കും. ക്ഷാമം വന്നതായിരിക്കും കാരണം, ചില പ്രയാസങ്ങൾ വന്നതായിരിക്കും കാരണം, ചില സാഹചര്യങ്ങൾ വന്നതായിരിക്കും കാരണം. പക്ഷേ ആ സാഹചര്യങ്ങളിൽ കുടുങ്ങി ദൈവം നിർദ്ദേശിച്ച വഴിവിട്ട് തെറ്റായ ദിശയിലൂടെ സഞ്ചരിച്ചവർ ചിലരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടാകും.
സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളെ നേർവഴിയിലേക്ക് തിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ്റെ വചനം ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ കാതുകളിൽ ഓതി ഓതി തരികയാണ്. നിങ്ങൾക്ക് ഈ ജീവൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അലയടിക്കുകയാണ്. മകനെ, നീ പാർക്കുന്ന പട്ടണം നാശപട്ടണമാണ്. നീ അങ്ങും ഇങ്ങും വ്യതിചലിക്കേണ്ട ആവശ്യമില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ ചായേണ്ട ആവശ്യമില്ല. നേരെയുള്ള പാതയിൽ നീ പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന വഴികാട്ടി നിന്നെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ നീ കീഴ്പ്പെട്ടാൽ ക്രിസ്തു നിന്നെ തൻ്റെ വഴിയിൽ കൂടി നടത്തും. ക്രിസ്തു നിന്നെ ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റും. ക്രിസ്തു നിന്നെ ഐശ്വര്യമായി പരിപാലിക്കും. കാരണം ഗോകുൽത്തായിൽ നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷകൻ ഇന്ന് നിങ്ങളുടെ അരികത്ത് വന്നു നിന്നുകൊണ്ട്, മകനെ, നീ ഞാൻ നേർപ്പാത കാണിച്ചു തരാം, മകളെ, നീ ഞാൻ നേർപ്പാത കാണിച്ചു തരാം, നീ ഇന്ന് വ്യതിചലിച്ചു പോയ പാതയിൽ നിന്ന് വേഗം മടങ്ങി വരിക, സൽപന്ഥാവിലേക്ക് നീ ചെയ്യുക, നേർനിലത്തിൽ കൂടി നീ നടക്കുക, നിന്നെ ഞാൻ നേർനിലത്തിൽ നടത്താം, നിന്നെ ശുഭകരമായി നടപ്പാൻ ഞാൻ അഭ്യസിപ്പിക്കാം. മകളെ, നീയെ ഭാരപ്പെടേണ്ട, മകനെ, നീ തളരേണ്ട, നേർനിലത്തിൽ ഞാൻ നിന്നെ നടത്തും. സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരിക്കൽ പറഞ്ഞു പ്രാർത്ഥിച്ചു, നേർനിലത്തിൽ എന്നെ നടത്തുമാറാകണമേ. ശുഭകരമായി നടപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുന്ന ദൈവം നിങ്ങൾ ശുഭകരമായ വഴിയിലൂടെ നയിക്കും, സന്തോഷത്തിൻ്റെ പാതയിലൂടെ നയിക്കും, സമാധാനത്തിൻ്റെ ദുർഗങ്ങളിലേക്ക് നയിക്കും, സ്നേഹത്തിൻ്റെ അത്ഭുത അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങൾക്ക് വഴികാട്ടിയായിരിക്കും. ക്രിസ്തുവിൻ്റെ കുരിശ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും. ക്രിസ്തു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയവാതിൽക്കൽ മുട്ടുന്നു. പ്രിയരെ, നിങ്ങളുടെ ഹൃദയം തുറക്കുക, ക്രിസ്തുവിനോട് വാക്ക് പറയുക. നാശപട്ടണം വിട്ട് വേഗം നിങ്ങൾ പുറപ്പെടുക. തെറ്റിപ്പോയ വഴികളോട് യാത്ര പറഞ്ഞ് വഴിയിലേക്ക്, ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് തിരികെ വരിക. ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങുക. മോക്ഷപുരിയിലേക്ക് യാത്ര ചെയ്യുക. നിത്യശോഭന തീരത്തേക്ക് എത്തിച്ചേരുക. നിത്യസന്തോഷത്തിലേക്ക് എത്തിച്ചേരുക. ദൈവത്തിൻ്റെ കരം നിങ്ങൾ വിളിക്കുന്നു, ദൈവത്തിൻ്റെ കരം നിങ്ങൾ ക്ഷണിക്കുന്നു, ദൈവത്തിൻ്റെ കരം നിങ്ങൾ മാടി മാടി അടുപ്പിക്കുന്നു. ദൈവവഴിയിലേക്ക് തിരിയുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനകെട്ടലുവരെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. വഴിതെറ്റിപ്പോയവരെ നേർവഴിക്കാക്കണമേ. സമാധാനം നഷ്ടപ്പെട്ടവരെ കർത്താവേ സത്യസമാധാനത്തിലേക്ക് ആനയിക്കണമേ. നാഥ, നിന്റെ മക്കളെല്ലാവരെയും പുതിയ ജീവിത സമാധാനത്തിലേക്ക് ആനയിക്കുകയും സ്നേഹത്തിന്റെ മാർഗത്തിൽ ചലിപ്പിക്കുകയും ചെയ്യണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.